വചനഭാഗം നിയമാനുസരണത്തിൻ്റെ പൂർത്തീകരണം എങ്ങനെയാണ് സംഭവിക്കേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗമാണ്. ഈശോക്കെതിരെ ഒട്ടേറെ ആരോപണങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരാരോപണം അവൻ നിയമലംഘകൻ ആയിരുന്നു എന്നുള്ളത്. നിയമത്തെ അനുസരിക്കാത്തവനാണ് യേശു എന്നുള്ളതാണ് യേശുവിനെതിരെ ഉണ്ടായ 6 ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു. അതിനെ ഈശോ ന്യായീകരിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെ തെളിവ് സഹിതം അവതരിപ്പിക്കുന്ന വചനഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. നിയമത്തെ അനുസരിക്കണം എന്ന കാര്യത്തിൽ ഈശോയ്ക്കും അല്ലെങ്കിൽ വ്യത്യാസമില്ല, അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഏത് നിയമത്തെയാണ് അനുസരിക്കേണ്ടത്? ദൈവത്തിൻ്റെ നിയമത്തെയോ ദൈവത്തിൻ്റെ നിയമത്തിന് വ്യാഖ്യാനം കൊടുത്ത് മനുഷ്യരുണ്ടാക്കിയ നിയമത്തെയോ? ദൈവനിയമത്തെ ആണ് അനുസരിക്കേണ്ടത് എന്ന് ഈശോ വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഒരു കുഞ്ഞുദാഹരണത്തിന്, കുടുംബത്തിലെ അപ്പനോ അമ്മയോ കുട്ടികളോട് പറയുകയാണ്, മക്കളെ, അയൽവക്കത്തെ കുടുംബക്കാരത്ര നല്ലവരല്ല, നമ്മളായിട്ട് അത്ര സ്നേഹത്തിലല്ല, അതുകൊണ്ട് നിങ്ങളവരോട് മിണ്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനോട് ഈ മാതാപിതാക്കന്മാർ കൊടുക്കുന്ന നിയമം അത് ദൈവനിയമത്തിന് എതിരാണ്. ആ കുഞ്ഞത് അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ മാതാപിതാക്കന്മാരെ അനുസരിക്കണം എന്ന് നിയമമുണ്ടെങ്കിലും അത് നീതിയുടെ പക്ഷത്തുള്ള നിയമമല്ല ഈ മാതാപിതാക്കന്മാർ ഈ കുഞ്ഞിന് കൊടുക്കുക. സത്യത്തിൽ സഭയ്ക്കകത്തും കുടുംബങ്ങളിലും രാഷ്ട്രങ്ങളിലും ഒക്കെ ഈ പ്രശ്നമുണ്ട്. നിയമം എത്രത്തോളമാണ് അനുസരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് നീതിക്കെതിരാണെങ്കിൽ അനുസരിക്കേണ്ട കാര്യമില്ല. അതുതന്നെയാണ് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരുടെ നിയമലംഘനത്തിലൂടെ അതിജീവിച്ചത്. നീതിക്ക് നിരക്കാത്ത നിയമമാണെങ്കിൽ അത് അനുസരിക്കേണ്ട കാര്യമില്ല. ക്രിസ്തു പറയുന്ന കാര്യം നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനാണ്, അല്ല പൂർത്തിയാക്കാനാണ് ക്രിസ്തു വന്നിട്ടുള്ളതെന്ന്. ദൈവ നിയമത്തെ അനുസരിക്കാനായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ദൈവ നിയമത്തിന് വിരുദ്ധമായ മറ്റ് നിയമങ്ങൾ അത് നീതിയെ ലംഘിക്കുന്നതാണെങ്കിൽ അനുസരിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ക്രിസ്തു നിയമലംഘകനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു നിയമത്തെയും അവൻ ലംഘിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക കൂടിയാണ് ചെയ്തത്. മറിച്ച് ദൈവനിയമത്തിൻ്റെ പേരിൽ വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കി നീതിയെ ലംഘിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ക്രിസ്തു അതിനെ ലംഘിച്ചത്. ഇന്ന് സഭയിൽ പ്രത്യേകിച്ച് ലിറ്റർജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അനുസരണം എന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. ആരെയാണ് അനുസരിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ട് ക്രിസ്തു വ്യക്തമാക്കിയിട്ടുണ്ട്. ദൈവിക നിയമങ്ങളെയാണ് അനുസരിക്കേണ്ടത്, നീതിക്ക് നിരക്കാത്ത നിയമങ്ങളെ അനുസരിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മുടെ നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ല എന്ന് നമുക്കെതിരെ ആരോപണമുണ്ടാകുമ്പോൾ അത് കോടതിയിലേക്ക് എത്തുക. കോടതിക്ക് ഒരു പേരുണ്ട്, നീതിന്യായ കോടതി, നീതിന്യായ വ്യവസ്ഥ. എന്താണ് അതിൻ്റെ അർത്ഥം? നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കാര്യമാണ് നീതിന്യായ വ്യവസ്ഥിതി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ നിയമലംഘനം എന്ന് പറയുന്നത് ഏതൊരു നിയമം നീതിയെ അതിലംഘിക്കുന്നുവോ അതനുസരിക്കേണ്ടതില്ല എന്ന് ബൈബിളിൽ ക്രിസ്തു മാത്രമല്ല നമ്മുടെ വ്യവസ്ഥ കൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നീതിന്യായ വ്യവസ്ഥിതി എന്ന പേരുണ്ടായി. അപ്പോൾ നിയമം നീതിയെ അതിലംഘിക്കുന്ന അല്ല എങ്കിൽ, അല്ലെങ്കിൽ നീതിക്ക് വിധേയമല്ല എങ്കിൽ അതനുസരിക്കേണ്ടതില്ലെന്ന് സാരം. വീണ്ടും ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ നീതി
സാധാരണക്കാര മനുഷ്യരുടെ നീതിയേക്കാൾ ഉയർന്ന നീതിബോധമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. നിയമബോധമുള്ളവരായിട്ട് ജീവിക്കണം എന്നല്ല ക്രിസ്തു പറഞ്ഞത്, മറിച്ച് നീതിബോധമുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളത്. നമ്മുടെ നീതി അക്രൈസ്തവരുടെ നീതിയേക്കാൾ ക്രൈസ്തവരുടെ നീതി ഉന്നതമല്ലെങ്കിൽ, ഒരു അൽമായൻ്റെ നീതിയേക്കാൾ വൈദികൻ്റെ നീതി ഉന്നതമല്ലെങ്കിൽ, വൈദികൻ്റെ നീതിയേക്കാൾ മെത്രാൻ്റെ നീതി ഉന്നതമല്ലെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും എന്ന് സാരം. നീതി ലംഘനം നടത്തിയിട്ട് നിയമലംഘനത്തിൻ്റെ ചോദ്യവുമായി നടന്നിട്ട് കാര്യമില്ല എന്ന് സാരം. അവസാനമായി ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, ഈ നീതിയേക്കും ഉപരിയായ കാര്യമുണ്ട്, അത് സ്നേഹമാണ്. അപ്പോൾ നിയമത്തേക്കാൾ ഉപരിയാണ് നീതി, നീതിയേക്കാൾ ഉപരിയാണ് സ്നേഹം. സ്നേഹമില്ലാതെ ബലിയർപ്പിച്ചിട്ട് കാര്യവുമില്ല. ബലി ഏറ്റവും വലിയതാണ്, ശരിയാണ്. പക്ഷേ നീ സഹോദരനോട് രമ്യതപ്പെടാതെയാണ് ബലിയർപ്പിക്കുന്നതെങ്കിൽ ആ ബലിക്ക് വിലയില്ല. ഇന്ന് നമ്മുടെ ബലികൾക്കൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ടാക്കുമ്പോൾ ആ നിയമങ്ങളൊക്കെയും ഈ സ്നേഹത്തിൻ്റെ ബലിയർപ്പിക്കാനായിട്ട് ഉപയുക്തമാണോ എന്ന് ആത്മശോധന ചെയ്യപ്പെടേണ്ടതുണ്ട്. ക്രിസ്തു എല്ലാ പാപികളോടും, എല്ലാ തിന്മ ചെയ്തവരോടും, വഴിവിട്ട ജീവിതം നയിച്ചവരോടും, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയവരോടും ഒക്കെ വരിക എന്നാണ് പറഞ്ഞത്. അവരൊക്കെ കർത്താവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചവനാണ്. പക്ഷേ ഒരു കൂട്ടരോട്, ഒരേ ഒരു കൂട്ടരോട് മാത്രം നീ പോ എന്ന് പറഞ്ഞു. അത് മറ്റാരോടുമല്ല, ക്ഷമിക്കാതെ സ്നേഹമില്ലാതെ ബലിയർപ്പിക്കുന്നവരോടാണ്. ബലിയുടെ അടിസ്ഥാന മാനദണ്ഡം എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതല്ല, മറിച്ച് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. സ്നേഹമില്ലാതെ ബലിയർപ്പിക്കാനാണ് വരുന്നതെങ്കിൽ കർത്താവ് അവനോട് പറയും, ഈ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക. രമ്യതയുടെ നിയമമാണ് ബലിയർപ്പണത്തിൻ്റെ ഏക നിയമം എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾക്ക് നമ്മുടെ സഹോദരങ്ങളോട്, നമ്മളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവരോടൊക്കെ രമ്യതയിൽ വർത്തിക്കാനായിട്ടുള്ള ബലിയർപ്പണത്തിൻ്റെ ആ ക്വാളിറ്റി, അതിൻ്റെ യോഗ്യത നേടിക്കൊണ്ട് ബലിയർപ്പണം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാനുള്ള കൃപയാചിക്കാം. നിയമത്തേക്കാൾ നീതിക്ക് പ്രാധാന്യം കൊടുക്കാനും നീതിയേക്കാൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കാനും ഒക്കെയുള്ള ക്രിസ്തുവിൻ്റെ മൂല്യ ശൃംഖലയെ സ്വന്തമാക്കിക്കൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.